ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ രാവിലത്തെ സെക്ഷനിലെ വചനപ്രഘോഷണം നടത്തുന്ന തോമസ് പോൾ ബ്രദർ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അതിരൂപത ബൈബിൾ കൺവെൻഷൻ്റെ 4ാമത്തെ ദിനമാണെന്ന് അല്ലേ? ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, 4ാം ദിവസം. ഇന്നത്തെ ദിവസത്തെ ആഘോഷമാക്കുന്നതിന് ഒരു പ്രത്യേകത നമ്മുടെ ബൈബിൾ കൺവെൻഷൻ നോട്ടീസ് വായിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നോട്ടീസിൽ കൊടുത്തിരിക്കുന്നത് സഭാ മക്കളിൽ നവീകരണ ചൈതന്യം കൊണ്ടുവന്ന കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ആരംഭിച്ചതിൻ്റെ സുവർണ ജൂബിലി വർഷമാണിത് എന്നാണ്. സഭാ മക്കളിലെ നവീകരണ ചൈതന്യം കൊണ്ടുവന്ന കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ സുവർണ ജൂബിലി വർഷം. അതായത് 2ാം വത്തിക്കാൻ സൂനകദോസ് ഉദ്ഘാടനം ചെയ്ത അവസരത്തിലെ വിശുദ്ധനായ ജോൺ 23-ാമൻ പാപ്പ പ്രാർത്ഥിച്ചു, ഒരു പുതിയ പന്തക്കുസ്ത അനുഭവം ഇന്ന് സഭയ്ക്ക് ലോകത്തിന് പ്രദാനം ചെയ്യണമേ എന്ന്. അതിൻ്റെ പ്രതികരണം എന്നോണം 967 അമേരിക്കയിലെ ഡുക്കെയിൻ സർവകലാശാലയിലെ ഏതാനും പ്രൊഫസർമാരും സ്റ്റുഡൻസും കൂടെ പ്രാർത്ഥിച്ച ആ കൂട്ടായ്മയിലെ പരിശുദ്ധാത്മ അഭിഷേകം വർഷിച്ചുകൊണ്ട് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് ആരംഭം കുറിക്കുകയായിരുന്നു. ഇന്നത് സഭയിലാകമാനം, ലോകത്തിലാകമാനം വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുക. ഇന്നത് സഭയ്ക്കും ലോകത്തിനുമൊക്കെ വളരെയേറെ അനുഗ്രഹങ്ങൾ, പുതിയ ഉൾക്കാഴ്ചകൾ കൊടുക്കുകയാണ്. സഭയ്ക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് കൊടുത്തിരിക്കുകയാണ്, ഒരു പുതിയ ചൈതന്യം കൊടുത്തിരിക്കുകയാണ്. ഇതാണ് നാം ഇന്ന് കാണുക. ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് കാണാൻ സാധിക്കും. ആത്മീയ ജീവിതത്തിലെ എത്രമാത്രം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ആരാധനാക്രമത്തിലെ സജീവത്വം നമുക്കിന്ന് കാണാൻ സാധിക്കും. കൗദാശിക ജീവിതത്തിലെ വലിയൊരു ഉണർവ് ഇത് പ്രദാനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയിലെ ആ സജീവമായ ഭാഗഭാഗിത്വം, വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നത്, ഇതെല്ലാം ഇതിൻ്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇടവക കൂട്ടായ്മകളുടെ ഉണർവ്, അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങളുടെ ആ ഉണർവ്, അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മകളുടെയൊക്കെ വളർച്ച, സഭയെ സ്നേഹിക്കുന്ന ഒരു സമൂഹം, സഭയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു സമൂഹം, അതുപോലെ തന്നെ സഭയുടെ വിശ്വാസ പരിശീലനത്തിനൊക്കെ വളരെയേറെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഈ നവീകരണ മുന്നേറ്റം. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം നവീകരണത്തെ കാണുവാൻ എന്നാണ് ഞാൻ ചിന്തിക്കുക. സഭയോട് ചേർന്നുള്ള ഒരു ജീവിതം. ഈ അടുത്ത നാളിലെ പാലായിൽ വെച്ച് ഈ ജൂബിലി വർഷം പ്രമാണിച്ച് 4 രൂപതകളിലെ ചങ്ങനാശ്ശേരി, കോട്ടയം, പാല, കാഞ്ഞിരപ്പള്ളി രൂപതകളിലെ
വൈദികരുടെയും സന്യസ്തരുടെയും ഒക്കെ ഒരു സംഗമമുണ്ടായിരുന്നു. ആ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാലായിലെ ബിഷപ്പ് അഭിവന്യ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവ് നടത്തിയൊരു പ്രഭാഷണം ഞാൻ ഓർക്കുന്നു. സഭ ഇന്ന് കരിസ്മാറ്റിക്കാണ്, അല്ലെങ്കിൽ കരിസ്മാറ്റിക് സമൂഹം അത് സഭയാണ്. അപ്പോൾ സഭയെ ഇന്ന് പിടിച്ചു നിർത്തുന്നത്, സഭയുടെ ചൈതന്യം എന്നുള്ളത് പരിശുദ്ധാത്മ വരങ്ങളാണ്, പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ നവീകരണ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ മുന്നേറ്റത്തെ അദ്ദേഹം അങ്ങേയറ്റം ശ്ലാഘിക്കുകയാണ് ചെയ്തത്. ഇന്ന് ചിലയിടത്തൊക്കെ ഇതിൻ്റെ അനുകൂലമായിട്ട്, ചിലപ്പോഴൊക്കെ കുറച്ച് പ്രതികൂലമായിട്ട് അല്ലെങ്കിൽ വലിയ താല്പര്യമില്ലാതെ ചിലരൊക്കെ സംസാരിക്കാറുണ്ട്, ചിലരൊക്കെ ഇതിനെ കാണാറുണ്ട്. ഏതൊരു മൂവ്മെൻ്റ് ആകുമ്പോഴും പ്രസ്ഥാനമാകുമ്പോഴും എതിർപ്പും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് സഭയുടെ വളർച്ചയ്ക്കായിട്ട് സഭയുടെ ചൈതന്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു, ഈ എതിർപ്പുകളൊക്കെ കുറഞ്ഞ് വന്ന് കൂടുതൽ സഭയോട് ചേർന്ന് ചിന്തിക്കുന്ന, ഈ സഭയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു പ്രസ്ഥാനമായിട്ട്, ഒരു മുന്നേറ്റമായിട്ട് ഇതിനെ കാണും. ആ ഒരു ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മിൽ പലരും ഈ നവീകരണ പ്രസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നവീകരണ ധ്യാനങ്ങളിലൊക്കെ കൺവെൻഷനിലൊക്കെ പങ്കെടുത്ത് ആ ചൈതന്യത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഈ അവസരത്തിൽ ഇതിൻ്റെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ജൂബിലി ആചരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെയൊരു നമ്മുടെ അതിരൂപത കൺവെൻഷനോട് ചേർന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുവാനും ഇങ്ങനെയൊക്കെ ഒരു അവസരം ഒരുക്കുവാനും ഒക്കെ സാധിച്ചതിൽ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. കൂടുതൽ നമ്മുടെ ദൈവജനത്തിൻ്റെ ഹൃദയങ്ങളിലെ മനസ്സുകളിലെ ഈ ഒരു ചൈതന്യം നിലനിൽക്കുവാൻ, കൂടുതൽ വളർത്തിക്കൊണ്ടുവരുവാൻ, കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തെ സ്നേഹിക്കുവാനും അതെല്ലാവർക്കും പ്രയോജനപ്പെടുത്തുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ജൂബിലിയുടെ ഭാഗമായിട്ട് കൂടി നമ്മൾ നടത്തുന്ന ഇന്നത്തെ ഈ ശുശ്രൂഷയിലെ പ്രധാന വചനപ്രഘോഷകനായിട്ട് ഈ നവീകരണത്തിലൂടെ വളർന്നു വന്ന് നവീകരണത്തെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന, ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, നവീകരണത്തെ മറ്റുള്ള അതിൻ്റെ ചൈതന്യം പങ്കുവയ്ക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തോമസ് പോൾ ബ്രദർ, അദ്ദേഹമാണ് ഇന്ന് വചനപ്രഘോഷണം ഉച്ചവരെയുള്ള സെഷൻ നടത്തുക. ഇന്ന് മുഴുവനും അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കൺവെൻഷൻ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ, ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ അവിടുന്ന് വിട്ടുമാറുവാൻ സാധിക്കുകയില്ല എന്നറിയിച്ചപ്പോൾ, എന്നാൽ രാവിലത്തെ എങ്കിലും സെക്ഷൻ ഒന്ന് ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുക. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ തോമസ് പോളിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരിയേറെ അഭിമാനമാണ്, സന്തോഷമാണ് നമുക്കൊക്കെ ഉള്ളത്. സഭയുടെ ഒരു മുതൽക്കൂട്ടാണ് അദ്ദേഹം. സഭയെ സ്നേഹിക്കുന്ന, സഭയോടൊത്ത് ചിന്തിക്കുന്ന ഒരു സഹോദരൻ, ഒരു അൽമായ സഹോദരൻ. അദ്ദേഹം വർഷങ്ങളായി നവീകരണത്തിലേക്ക് കടന്നു വന്ന് ആ നവീകരണത്തിൽ ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട് പാലാരിവട്ടത്തുള്ള നമ്മുടെ POCയുടെ തൊട്ടടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. എന്നാൽ ഇടയ്ക്കൊക്കെ പുറം രാജ്യങ്ങളിൽ പോയി, മറ്റ് രാജ്യങ്ങളിലും സ്ഥലങ്ങളിലുമൊക്കെ പോയി തനിക്ക് കിട്ടിയ ആ സമ്പത്ത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് മറ്റ് രാജ്യങ്ങളിലുമൊക്കെ പോകാറുണ്ട്. നമുക്കറിയാം, ഒരു കാലത്തെ വിദേശ മിഷനറിമാർ ഇവിടെ വന്ന് നമ്മുടെ ഭാരത മണ്ണിൽ വന്ന് നമുക്ക് വിശ്വാസവും വചനവും ഒക്കെ പങ്കുവച്ചതുപോലെ ഇന്ന് ഭാരത മക്കൾ അനേകം പേര് പുറം രാജ്യങ്ങളിൽ പോയി, വിദേശ രാജ്യങ്ങളിൽ പോയി ഈ വചനവും വിശ്വാസവും ഒക്കെ പങ്കുവയ്ക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് തോമസ് പോൾ ബ്രദർ. അദ്ദേഹം നമ്മുടെ ഇടയിലെ ധ്യാനങ്ങൾ നടത്തിയും കൺവെൻഷനിൽ നടത്തിയും ഒക്കെ അനേകരെ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട്, സഭയോട് ചേർത്ത് പിടിച്ചു നിർത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കറിയാം, കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അദ്ദേഹം നമ്മുടെ
അതിരൂപതയുടെ ധ്യാന കേന്ദ്രമായ കുന്നന്താനം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ഒരു ധ്യാനം നടത്തുകയുണ്ട്. ഡിസംബർ മാസത്തിലെ ആദ്യ ദിവസങ്ങൾ ഒരാഴ്ചയോളം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. സഭയോടൊത്ത് ചിന്തിക്കുന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ വചനം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരമായ ജ്ഞാനത്താൽ ആ വചനത്തിന് സഭയുടെ തന്നെ വ്യാഖ്യാനം നൽകിക്കൊണ്ട് മറ്റുള്ളവരെ പ്രബുദ്ധരാക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തി. കൂദാശകളെ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയൊക്കെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, ആ കുർബാനയിലൂടെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി. ഞാൻ ഓർക്കുന്നു, ആ ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന വളരെ ആഘോഷമായിട്ട് അർപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ധ്യാന ദിവസങ്ങളിൽ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്, ധ്യാനമൊക്കെ കൺവെൻഷനൊക്കെ വരുമ്പം കുർബാനയൊക്കെ പെട്ടെന്ന് ഓടിച്ച് നടത്തി തീർക്കുന്ന ഒരു പതിവ്. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് തോമസ് പോൾ പറഞ്ഞത് വളരെ ആഘോഷമായിട്ട് നമുക്ക് ബലി അർപ്പിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം ആഘോഷമായ റാസകുർബാന തന്നെ ആഘോഷമാണ്. ഞാൻ ഒന്നുകൂടെ ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർത്തത് എൻ്റെ ആഘോഷത്തെ കാണിക്കാനായിട്ടാണ്. ആഘോഷമായിട്ട് തന്നെ റാസകുർബാന അർപ്പിച്ച് അതിനു മുൻപേ ആ കുർബാനയുടെ അർത്ഥതലങ്ങളൊക്കെ ധ്യാനിക്കുന്നവരെ പഠിപ്പിച്ചുകൊണ്ട് ആ ബലി അർപ്പണം അവിടെ ആഘോഷമാക്കിയതിനെക്കുറിച്ച് ഞാൻ അനുസ്മരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ ആരാധനക്രമത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ച്, സഭയെക്കുറിച്ച്, വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തെക്കുറിച്ചൊക്കെ ആഴമായ ബോധ്യമുള്ള, ആ ബോധ്യം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് തോമസ് പോൾ ബ്രദറിൻ്റെ. ഇന്ന് നമുക്ക് ഈ കൺവെൻഷനിൽ അദ്ദേഹത്തെ സംസാരിക്കുവാൻ കിട്ടിയതിൽ ഞാൻ തീർച്ചയായിട്ടും സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. എല്ലാവരുടെയും പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പേരിൽ, ഈ ചങ്ങനാശ്ശേരിയിലെ കരിസ്മാറ്റിക് സോണൽ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഹൃദ്യമായ സ്വാഗതം തോമസ് പോൾ ബ്രദറിന് ആശംസിക്കുകയാണ്. എല്ലാവിധ ദൈവാനുഗ്രഹവും അദ്ദേഹത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ ശ്രവിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുമ്പസാരത്തിൻ്റെ ദിവസമാണ്, നമുക്കറിയാമല്ലോ. ഇവിടെ പ്രഭാഷണം നടക്കുന്ന സമയത്ത് തന്നെ വോളണ്ടിയേഴ്സ് നിങ്ങളെ വന്ന് വിളിച്ചുകൊണ്ട് പോകും. എല്ലാവരുടെ ഓടിപ്പോകേണ്ട കാര്യമില്ല. ഏറ്റവും പുറകു തൊട്ട് വോളണ്ടിയേഴ്സ് നിങ്ങളെ വിളിക്കും. റെഡിയാണ്, അച്ഛന്മാരെല്ലാം റെഡിയാണ്. പള്ളിയിൽ വോളണ്ടിയേഴ്സ് കുറച്ച് പേരെ കൂട്ടിക്കൊണ്ട് പോവുക. കുറച്ച് പേരെ സംസാരിക്കാനുള്ളവർ എഴുന്നേറ്റ് പുറകിൽ നിന്ന് പോകുവാനായിട്ട് ശ്രമിക്കുക. ഒരു വാക്കുകൂടെ, ഈ വരുന്ന മെയ് മാസത്തിലെ കുന്നന്താനം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് തോമസ് പോളിൻ്റെ നേതൃത്വത്തിലെ ആന്തരിക വിശുദ്ധീകരണ ധ്യാനം നടത്തുന്നുണ്ട്. മെയ് 11 മുതൽ 14 വരെയുള്ള തീയതികളിൽ. മെയ് 11 രാവിലെ 9 മണി മുതൽ 14-ാം തീയതി വൈകുന്നേരം 4 മണി വരെ ആന്തരിക വിശുദ്ധീകരണ ധ്യാനം, പ്രാരംഭകർക്കായിട്ടുള്ള ധ്യാനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ധ്യാനത്തിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാവുന്നതാണ്. താങ്ക് യു. Thank you. Praise the Lord. എല്ലാവർക്കും സുഖമാണോ? നമുക്കൊരു നിമിഷം കണ്ണടച്ച് ത്രിത്വൈക ദൈവം നമ്മിൽ